അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ജാഹിലിയ കാലത്ത് ഖുറൈശികളിൽ പ്രധാനിയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ അത്തൈമി അൽ ഖുറശി. ബനൂ തമീംകാരനായിരുന്ന അദ്ദേഹം ദാനധർമ്മത്തിലും ഔദാര്യം ചെയ്യുന്നതിലും കുടുംബബന്ധം ചേർക്കുന്നതിലുമൊക്കെ വളരെ തൽപരനായിരുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത കുടുംബക്കാരനുമായിരുന്ന അദ്ദേഹത്തെ പറ്റി ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: ഇന്ന ബിന ജുദ്ആന ഫിൽ ജാഹിലിയത്തി കാന യഖരി ദൈഫ വയുഹ്സിനുൽ ജിവാർ വയസിലു റഹിം ഫഹൽ യൻഫഉഹു ദാലിക്. റസൂലേ, ഇബ്നു ജുദ്ആൻ ജാഹിലിയ കാലത്ത് അതിഥികളെ സൽക്കരിക്കുന്നവനും അയൽക്കാരോട് വളരെ നന്നായി പെരുമാറുന്നവനും കുടുംബബന്ധം ചേർക്കുന്നവനുമൊക്കെയായിരുന്നു. ആ ചെയ്ത നന്മകൾ അദ്ദേഹത്തിന് പ്രയോജനപ്പെടുമോ? അഥവാ വിശ്വാസിയാകാതെ മരണപ്പെട്ടുപോയ അദ്ദേഹത്തിന് റബ്ബിന്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ നന്മകൾ ഉതകുമോ എന്നാണ് അവർ ചോദിച്ചത്. അദ്ദേഹം പാവങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന കാര്യത്തിലും വളരെ തൽപരനായിരുന്നുവെന്നും മറ്റു റിപ്പോർട്ടിലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇങ്ങനെ: ലാ ഇന്നഹു ലം യഖുൽ യൗമൻ ഖത്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖത്തിഅതി യൗമദ്ദീൻ. ഇല്ല, അയാൾ ഒരിക്കൽ പോലും മരണത്തിനു മുമ്പ് അള്ളാഹുവെ എനിക്ക് നാളെ പ്രതിഫല നാളിൽ എന്റെ തെറ്റുകൾ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. അതായത് അദ്ദേഹം അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുകയോ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ അവിശ്വാസികൾ തന്നെയാണ്. നാളെ ആ നന്മകൾക്ക് പ്രയോജനമില്ല, പ്രതിഫലം ലഭിക്കില്ല. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവന് അവിടുത്തെ പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ലല്ലോ എന്ന് ചുരുക്കം. എന്നാൽ ഇങ്ങനെയുള്ളവർ ചെയ്ത നന്മകളുടെ പ്രതിഫലം വിവിധ രൂപത്തിൽ ഈ ലോകത്ത് തന്നെ ലഭിച്ചേക്കാം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അറിയിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസം അത് അടിസ്ഥാനമാണ്. അടിമകളും അള്ളാഹും തമ്മിലുള്ള വലിയ ബന്ധമാണത്. ഒരാളുടെ അമലുകൾ സ്വീകരിക്കപ്പെടാനുള്ള അടിസ്ഥാന കാര്യവുമാണ്. വിശ്വാസം ശരിയായില്ലെങ്കിൽ കർമ്മങ്ങൾ നിഷ്ഫലമാകുമെന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു സന്തോഷ വാർത്ത കൂടി പറഞ്ഞത് നമുക്കിതിനോട് ചേർത്ത് വെക്കാം. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: ഇദാ അസ്ലമൽ അബ്ദു ഫഹസുന ഇസ്ലാമുഹു കതബല്ലാഹു ലഹു കുല്ല ഹസനത്തിൻ കാന അസ്ലഫഹാ വമുഹിയത് അൻഹു കുല്ലു സയ്യത്തിൻ കാന അസ്ലഫഹാ. ഒരാൾ മുസ്ലിമായാൽ, അങ്ങനെ അവന്റെ ഇസ്ലാം നന്നാവുകയും ചെയ്താൽ അവൻ മുൻകാലത്ത് ചെയ്ത നന്മകൾ എല്ലാം നന്മയായി രേഖപ്പെടുത്തും, അഥവാ പ്രതിഫലം ലഭിക്കും. മുമ്പ് ചെയ്ത തിന്മകൾ, അതായത് മുമ്പ് ചെയ്തു കൂട്ടിയ തിന്മകളൊക്കെ തന്നെ മായ്ക്കപ്പെടുകയും ചെയ്യും. അഥവാ യഥാർത്ഥ വിശ്വാസിയാകുന്നതോടുകൂടി വിശ്വാസിയല്ലാത്ത കാലത്ത് ചെയ്ത നന്മകളും പ്രതിഫലാർഹമായി തീരുകയും തെറ്റുകൾ പൊറുക്കപ്പെടുകയും ചെയ്യുമെന്ന്. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറയുന്നുണ്ട്: പിന്നീട് അഥവാ ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടതിന് ശേഷം ചെയ്യുന്ന നന്മകൾക്ക് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിച്ചേക്കാം. എന്നാൽ തിന്മകൾക്ക് അതനുസരിച്ചു മാത്രമാണ് ഫലം ലഭിക്കുക, അതും അള്ളാഹു മാപ്പു നൽകിയില്ലെങ്കിൽ മാത്രം. ഷെയ്ഖ് അൽബാനി പറയുന്നതായിട്ട് നമുക്ക് വായിക്കാനാകും: ഇന്ന ഹസനാത്തിൽ കാഫിർ മൗഖൂഫ ഇൻ അസ്ലമ തുഖ്ബൽ വ ഇല്ലാ തുറദ്. തീർച്ചയായും ഒരു അവിശ്വാസിയുടെ നന്മകളെല്ലാം പെൻഡിങ്ങിലാണ്, അഥവാ തീരുമാനമാകാതെ നിൽക്കുന്നതാണ്. വിശ്വാസം സ്വീകരിക്കുകയാണെങ്കിൽ അവ അള്ളാഹു സ്വീകരിക്കും, അല്ലെങ്കിലോ അമലുകൾ തള്ളപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ശരിയായ ഇസ്ലാം, ശരിയായ വിശ്വാസം അത് ഒരാളെ എത്രമാത്രം മഹത്വമേറിയവനാക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് ഇസ്ലാം നന്നാക്കി സൽക്കർമ്മങ്ങളിൽ മുന്നേറാനാകണം. അങ്ങനെ മുന്നേറാനായാൽ കാത്തിരിക്കുന്നത് അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങളാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.